റോബിൻ ശർമ്മയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് 5 AM ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാറ് പറയുന്ന അല്ലെങ്കിൽ ആ എഴുത്തുകാരൻ പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, 20-20-20 പ്രിൻസിപ്പിൾ. നമുക്കൊരു 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ഒരു 6 മണി വരെയുള്ള ഒരു സമയത്തിന് ഒരു 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ 20 മിനിറ്റ് 5 മണി മുതൽ 5:20 വരെ നമുക്ക് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബോഡീനെ ഒന്ന് മൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്യാം, വർക്കൗട്ട്സ്, അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നവർ ഡാൻസ് ചെയ്യാം, അല്ലെങ്കിൽ നടക്കുന്നവരാണെങ്കിൽ നടക്കാം. അപ്പോൾ നമ്മളൊരു ബോഡി മൂവ്മെൻ്റ് ആണ് ഫസ്റ്റത്തെ ഒരു 20 മിനിറ്റിൽ വരുന്നത്. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള 20 മിനിറ്റ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ അന്നത്തെ നമ്മുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്ക് നന്ദി, അല്ലെങ്കിൽ നമുക്ക് ഉള്ള ആ ഒരു ദിവസം ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ എഴുതി വെക്കാനായിട്ട് തയ്യാറാവുക 20 മിനിറ്റ്. അതിനുശേഷമുള്ള ഒരു 20 മിനിറ്റ് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള നല്ല നല്ല ബുക്കുകൾ വായിക്കുക, അല്ലെങ്കിൽ നമുക്ക് നല്ല നല്ല വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നല്ല നല്ല വീഡിയോസ് കാണുക, അല്ലെങ്കിൽ നല്ല ആശയങ്ങൾ കേൾക്കുന്നവരാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ആ ഒരു 20 മിനിറ്റ് നമ്മൾ സമയം ചെലവഴിക്കുകയാണെങ്കിൽ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവുന്നതായിട്ട് തെളിയിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മളെന്താ നമ്മുടെ ജോലിക്ക് പോകാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഫുൾ ടൈം ബിസി ആയിട്ട് വരുന്നവരാണല്ലേ. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം നമ്മൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നേരത്തെ എണീക്കുമ്പോൾ നമ്മൾ ലോകം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മൾ എണീറ്റ് നമുക്ക് വേണ്ടി വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കുമെന്നുള്ളൊരു തെളിവ് തന്നെയാണ്. അപ്പം അതിന് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് നമുക്ക് ഉണ്ടെങ്കിൽ, കൃത്യമായിട്ട് നമുക്ക് എണീക്കാനും അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും നമുക്ക് ഒരു നല്ല ലക്ഷ്യങ്ങൾ, ക്ലാരിറ്റിയോട് കൂട്ടുള്ള ലക്ഷ്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവാനും നല്ല രീതിയിൽ ആ ഒരു വിനിയോഗിക്കാനും ടൈം യൂട്ടിലൈസ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രിൻസിപ്പിൾ ഓർത്ത് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാം.